السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ഏഴാമത്തെ ആയത്താണ് സൂറത്തുൽ ഫുർഖാൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിശ്വാസികൾ പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിന് മുമ്പുള്ള ആയത്തുകൾ അതാണ് പറയുന്നത്. അവർ പറഞ്ഞു, അവിശ്വാസികൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മേൽ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവരുടെ ഒരു ഒന്നാമത്തെ വാദം. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്, അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവിൻ്റെ പക്ഷത്തുള്ളവർ അവരാണ്. മുഹമ്മദ് നബിയോ അള്ളാഹുവിൻ്റെ എതിർപക്ഷമാണ്, അള്ളാഹിൻ്റെ പേരിൽ എന്തൊക്കെയോ കെട്ടിച്ചമച്ച് പറയുകയാണ്. എക്കാലഘട്ടത്തിലും പ്രവാചകന്മാർ വന്നപ്പോഴും പ്രവാചകന്മാരുടെ റിസാലത്ത് ജനങ്ങളോട് പറഞ്ഞപ്പോഴും ജനങ്ങളുടെ പരമ്പരാഗതമായ ചെയ്തികൾ എതിർത്തപ്പോഴുമൊക്കെ ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളത്, നിങ്ങൾ പുതിയ ആളുകളാണ്, പുതിയത് പറഞ്ഞുകൊണ്ട് പുതിയ ആശയങ്ങളും പുതിയ പ്രസ്ഥാനങ്ങളുമാണ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നതാണ്. അതാണ് ഒന്നാമത്തെ നബിയുടെ പേരിലുള്ള അവരുടെ ആരോപണം. അള്ളാഹിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നു. അതിന് ആനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ, ആരൊക്കെയോ ഇവരെ സഹായിക്കുന്നുണ്ട്. പഠിച്ചവൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കാൻ ഏതൊക്കെയോ ആളുകൾ സഹായിക്കുന്നുണ്ട്. ഇവർക്ക് ആരോ കാശ് കൊടുക്കുന്നുണ്ട്. എവിടുന്നോ അള്ളാഹിൻ്റെ എതിരാളികൾ ആരൊക്കെയോ ആണ് ഇവരെ സഹായിച്ച് നടക്കുന്നത് എന്ന് അന്നും ഇന്നും ഉള്ള ആരോപണമാണ്. അള്ളാഹുവിൻ്റെ ദീന് പറയുമ്പോൾ അത് അള്ളാഹിൻ്റെ പേരിൽ കള്ളമാണ് പറയുന്നത്, ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ കള്ളം പറയാൻ ആരൊക്കെയോ ഇവരെ സഹായിക്കുകയാണ് എന്ന് അവിശ്വാസികൾ പറഞ്ഞു.
ഫഖദ് ജാഉ ദുൽമൻ വസൂറ, അവർ പറഞ്ഞ് കൊണ്ടുവന്ന കാര്യം അക്രമവും വ്യാജവുമാണ്. അങ്ങനെയല്ല വസ്തുതയെ നേരെ ഉൾട്ടയാക്കിയിട്ടാണ് അവർ പറഞ്ഞത്. മറ്റൊന്ന് അവർ പറഞ്ഞത് വഖാലു അസാതീറുൽ അവ്വലീൻ, പൂർവികന്മാരുടെ ഉസ്തൂറാത്തുകളാണ് എന്നാ. ഉസ്തൂറാത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകഥകൾ, ഉസ്തൂറാത്തുകൾ. അസാതീർ എന്ന് പറഞ്ഞാൽ ഐതിഹ്യങ്ങൾ, കെട്ടുകഥകൾ, പണ്ടാരോ പറഞ്ഞ കെട്ടുകഥകളാണിതൊക്കെ. ഇക്തതബഹ, അദ്ദേഹം എഴുതിക്കൊണ്ടുവരികയാണ്. ഫഹിയ തുംല അലൈഹി ബുക്റത്തം വ അസീല, രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തിൻ്റെ മേലിൽ ആരോ ഓതിക്കൊടുക്കുന്ന കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു നിലക്കും നബിയെ അവർ പരിഹസിച്ചു. ഒന്ന്, നബി വ്യാജമാണ് പറയുന്നത്, അള്ളാഹിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച് പറയുകയാണ്. വേറൊന്ന്, ഈ പറയുന്നത് കള്ളമാണ്, വ്യാജമാണ്, കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞിട്ടും പറഞ്ഞു. കുൽ, അവരോട് പറയാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ചു, കുൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും രഹസ്യകാര്യങ്ങൾ അറിയുന്ന അള്ളയാണിത് ഇറക്കിത്തന്നത്. ഇന്നഹു കാന ഗഫൂറർ റഹീമ, തീർച്ചയായും അവൻ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ നല്ല മനസ്സിലാക്കി തിരിച്ചു വരിക, തെറ്റിൽ നിന്ന് തിരിച്ചു വരിക. നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തു തരും, നിങ്ങളോട് അള്ളാഹ് കരുണ കാണിക്കും. അതാണ് ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ നമ്മൾക്കൊക്കെ ഉള്ളത്. അതാണ്. എത്ര വലിയ തെറ്റുകൾ നമ്മൾ ചെയ്താലും, എത്ര വലിയ മഹാപാപികളായിരുന്നാലും, എപ്പോഴാണോ തിരിച്ചു വരാൻ നമുക്ക് സൗകര്യം അപ്പം തിരിച്ചു വരാം. കാരണം അല്ലാഹു ഗഫൂർ റഹീമാണ്. നമ്മളിപ്പോൾ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു തെറ്റ് ചെയ്താൽ അവനെ സസ്പെൻഡ് ചെയ്യും. അങ്ങനെ തെറ്റ് ആവർത്തിച്ചാൽ ഡിസ്മിസ് ചെയ്യും, പിന്നെ അവനെ സർവീസിലെടുക്കൂല. മനുഷ്യൻ്റെ നിയമം അങ്ങനെയാണ്. അതുപോലെ തന്നെ പൊതു നിയമങ്ങളിൽ നിയമം ലംഘിച്ചാൽ ആദ്യം താക്കീത് നൽകും, പിന്നെ ഫൈനിടും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അറസ്റ്റ് ചെയ്യും. എന്നിട്ടും തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ അവനെ ആജീവനാന്തം ശിക്ഷിക്കും. മഹാപാതകമാണെങ്കിൽ അവനെ ജീവൻ ഇല്ലാതെയാക്കും, തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ ആജീവനാന്തം. മനുഷ്യനങ്ങനെയാണ്, മനുഷ്യന് സഹിക്കാൻ കഴിയില്ല. എന്നാൽ പടച്ചോൻ പറഞ്ഞത്, നിങ്ങളെത്ര ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, സ്വന്തം ശരീരങ്ങളോട് എത്ര വലിയ മഹാപാപങ്ങൾ ചെയ്താലും നിങ്ങൾ നിരാശരാവുണ്ടാകുന്നു. കുറേ ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഏതായിരുന്നാലും 60ഉം 70ഉം കഴിഞ്ഞു, ഈ കാലം വരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാൻ തോന്നിയ അസുഖത്തിലൊക്കെ ജീവിച്ച്, ഇനിയിങ്ങനെയാണ് പോട്ടെ, ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് കാര്യമില്ല എന്ന് പറയുന്ന മനുഷ്യന്മാർ വളരെ അബദ്ധമാണ് പറയുക. അവർക്ക് നമ്മൾ സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാലും യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അമിതമായി കുറ്റങ്ങൾ ചെയ്ത അടിമകളെ ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാൻ്റെ റഹ്മത്തും നീതി അതാണ്. നമ്മളെ റഹ്മത്ത് 2 വട്ടം 3 വട്ടോ നിയമലംഘനം നടത്തിയാൽ ഡിസ്മിഷനാണ്. അള്ളാഹ് ഡിസ്മിസ് ചെയ്യൂല, പിന്നെ പുറത്തു തരും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. പിന്നെ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിയ, എല്ലാ പാപങ്ങളും അള്ളാഹ് പുറത്തു തരും. കണ്ണിലങ്ങളെ പഠിച്ചോനും മനുഷ്യൻ്റെ നിയമവും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ടും ആളുകൾ പറയുന്നത് ഈ നിയമമാണ് നല്ലത്, പഠിച്ചോൻ്റെ നിയമം ശരിയല്ല. അവിടെയാണ് ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതാണ് അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർളി, ആരോ മുഹമ്മദ് നബിക്ക് ഓതിക്കൊടുക്കുകയാണ്, അദ്ദേഹം എഴുതിയെടുത്ത് പറയുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പടച്ചോനാണ്, രഹസ്യമറിയുന്ന പടച്ചോനാണ് ഇത് ഇറക്കി തന്നത്. ഇനി വേണമെങ്കിൽ മടങ്ങിക്കോളി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മടങ്ങിക്കോളി. അല്ലാഹു തആല ഗഫൂറാണ്, റഹീമാണ്. അടുത്ത ആയത്താണ് നമുക്കുള്ളത്. വഖാലു മാലി ഹാദർ റസൂൽ, അവരുടെ മൂന്നാമത്തെ ഒരു പരാതി നബിയെപ്പറ്റി, ഇത് നബിയാകാൻ ഇവൻ പറ്റൂല. എന്താ കാരണം? മാലി ഹാദർ റസൂലി, ഈ റസൂലിന് എന്തു പറ്റി? എന്താണ് ലിഹാദർ റസൂൽ, ഈ റസൂലിനുള്ളത്? ഈ നബിക്ക് എന്താ ഒരു ക്രെഡിറ്റായിട്ട് നമ്മളെക്കാളും വലിയ കാര്യമുള്ളത്? യഹ്കുലുത്താമ, ഭക്ഷണം കഴിക്കണില്ലേ, നമ്മളും കഴിക്കണില്ലേ? അവനോനെന്താ ഇത്ര, മുഹമ്മദിനെന്താ ഇത്ര പ്രാധാന്യം? വയംഷീഫിൽ അസ്വാഖി, അങ്ങാടി കൂടി നടക്കണില്ലേ, നമ്മളും അങ്ങനെ തന്നെ. അങ്ങാടി പോയി സാധനം വാങ്ങുന്നു, അങ്ങാടിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, കച്ചവടം ചെയ്യുന്നു. ഇയാൾക്കെന്താ നമ്മളെക്കാളും വലിയ പ്രത്യേകത?
അതാണ് മാലിഹാദർ റസൂലി യഅ്കുലുത്താമ വയംശീ ഫിൽ അസ്വാഖ്. സൂക്ക് അങ്ങാടി, മാർക്കറ്റ് എന്നൊക്കെയാണ്. നമ്മളെ മാർക്കറ്റ്, സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിനൊക്കെ സൂക്ക് എന്നാണ് പറയുക. അസ്വാഖ് അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ വയംശീ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ കൂടി മാർക്കറ്റുകളിൽ കൂടി നടന്നു നീങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ഓനും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ മാർക്കറ്റിൽ പോകുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ, അദ്ദേഹത്തിലേക്ക് എന്തുകൊണ്ടൊരു മലക്കിനെ ഇറക്കപ്പെട്ടില്ല? അതായത് ഒരു പ്രവാചകനാവണമെങ്കിൽ സൂപ്പർ പവർ ആവണ്ടേ? അല്ലാഹു തആല അവരെപ്പോഴും പ്രവാചകനെ കണ്ടിരുന്നത് സാധാരണ മനുഷ്യൻ്റെയും അപ്പുറത്ത് ഒരു സൂപ്പർ പവർ ആവണം എന്നാണ്. അതുകൊണ്ടാണ് മലക്ക് വരാത്തത് എന്താ, മറ്റേത് ആവാത്തത് എന്താന്നൊക്കെ. അതുകൊണ്ടാണ് എപ്പോഴും മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്ന ആളുകളൊക്കെ ഒരു സൂപ്പർ പവർ ആവാൻ ശ്രമിക്കും. ദീനം കണ്ട് തീർക്കുന്നതിനെ പറഞ്ഞു കൊടുക്കാനല്ല അവർ ശ്രമിക്കുക. മറ്റുള്ളവരെക്കാളൊക്കെ എന്തോ ചില കഴിവുകളുണ്ട്, എന്തോ ചില മഹത്വങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ സാധാരണക്കാരൻ്റെയും അപ്പുറത്തുള്ള എന്തോ ആണ് ഞങ്ങൾ. അതാണ് ഈ ഔലിയാക്കന്മാർ ഷെയ്ഖുമാരെ പറ്റിയൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. പറയുണ്ടാകുന്നുണ്ട് എന്താണ്, പിന്നെ ചുട്ട കോഴീനെ എന്താണ് കൂകിപ്പറപ്പിച്ചോവർ, മരിച്ച മയ്യത്ത് റോഹുകളെ അസ്രായീലിൽ നിന്ന് പിടിച്ചു വാങ്ങിയോവർ, ഒരു രാത്രി 40 വട്ടം ജനാബത്തുണ്ടായോവർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഉത്ബോധനം നടത്തുന്ന ആളുകൾ സാധാരണ മനുഷ്യരായാൽ പോരാ, അവർക്ക് വേറെ ഏത് പിന്നെ മനുഷ്യരെക്കാളും ഒരു സൂപ്പർ പവർ ഉണ്ടാവണം എന്ന് പഴയ കാലം മുതൽ തന്നെ. അതാണ് ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ. മുശ്രിക്കീങ്ങൾ പറഞ്ഞ എന്താ മലക്കിനെ ഇറക്കാത്തത്? ഇതെന്താ സാധാരണ നമ്മളമാതിരി അങ്ങാടി കൂടി നടക്കുന്നൊരു ചങ്ങാതി, ഭക്ഷണമൊക്കെ കഴിക്കുന്നൊരു ചങ്ങാതി, ഒരു മലക്കിനൊക്കെ ഇറക്കിയിട്ട് എന്തോ ചില ശക്തിയൊക്കെ വേണ്ടേന്നാണ്. ഇത് ഈ മുശ്രിക്കുകളുടെ മനസ്സിൽ എന്നും ദൈവം, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതാണ്. അത് ഇന്നും മനുഷ്യന്മാരുടേതാണ്. നമ്മളൊക്കെ എല്ലാവരും ബഹുമാനിക്കണമെങ്കിൽ അയാൾ കണ്ട് നോക്കിയാൽ ഭസ്മമായി പോകും. അയാൾക്കെന്തോ ചില കഴിവുകളുണ്ട്. അവൾക്ക് തന്നെയാണ് ഇപ്പോഴും ഈ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത്, ലൗഹുൽ മഹ്ഫൂദ് കാണുന്നവർ എന്നൊക്കെ ഈ ഔലിയാക്കളെ പറ്റിയൊക്കെ പറയാൻ കാരണം ഒരു വലിയും അള്ളാഹുവിൻ്റെ അബൂബക്കർ സിദ്ദീഖായിരുന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചാൽ ഒന്നാമത്തെ വലിയ. ഇനി റസൂലാണല്ലോ ലോകത്ത് അഷ്റഫുൽ ഖൽക്ക്, ഏറ്റവും വലിയ വലിയ. എന്താണ് റസൂലിന് പ്രത്യേകമായ ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നത്? ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യുഹാ ഇലയ്യ. പറയുക നബി, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ്, എനിക്ക് വഹി ലഭിക്കുന്നുണ്ട്, അതാണ് കൂടുതലുള്ളത്. നിങ്ങളെപ്പോലെയുള്ള എല്ലാ കാര്യവും എനിക്കുണ്ട്. രോഗമുണ്ട്, വേദനകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പട്ടിണിയുണ്ട്. നബിയായി വിചാരിച്ച് പട്ടിണി ഇല്ലാതിട്ടില്ല, എല്ലാം എനിക്കുണ്ട്. രോഗം വരുന്നുണ്ട്. പലപ്പോഴും വലിയ വലിയ മാനസിക ഭ്രമം നബിക്കുണ്ടായിരുന്നു. വലിയ സങ്കടങ്ങളുണ്ടായിരുന്നു, കരഞ്ഞിരുന്നു, മനപ്രയാസമുണ്ടായിരുന്നു, പലപ്പോഴും പലതും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പക്ഷേ വഹിയുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ഭ്രമവും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും വഹിയുണ്ട്, വരുന്നതോടുകൂടി ഒക്കെ പോകും. നബിയെ അവർ പറഞ്ഞിരുന്നതാ ഇവന് ഭ്രാന്താണ്. നബി പറഞ്ഞു എനിക്ക് ഭ്രാന്തൊന്നുമില്ല, പക്ഷേ ഞാൻ ഈ പറയുന്നത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എല്ലാ കാലത്തുള്ളൊരവസ്ഥയാണ് മാലിഹാദർ റസൂലി യഅ്കുലുത്താമ വയംശീ ഫിൽ അസ്വാഖ്. ഇയാൾക്കെന്താണ് അങ്ങാടി കൂടി നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത്? ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ, അദ്ദേഹത്തിൻ്റെ നേരെ ഒരു മലക്കിനെന്താ ഇറക്കാത്തത്? ഒരു കാണണം, മലക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ, മലക്കിനെ ഇറക്കപ്പെടുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓരോ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുതന്നെയാണ് ഒരു മലക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ. അതാണ് അദ്ദേഹത്തിലേക്ക് മലക്കിറക്കാൻ, അയാളെ സഹായിക്കാൻ ഒരു മലക്കിൻ്റെ ശക്തി. അപ്പോൾ ഒരു വലിയൊരു മനുഷ്യൻ്റെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മലക്കിൻ്റെ ശക്തി. പിന്നെ ഫൈക്കൂന മാഹു നദീറ, എന്നിട്ട് ആ മലക്കിൻ്റെ കൂടെ അങ്ങനെ നടന്നിട്ട് നദീർ താക്കീതുകാരൻ, നബി ഇങ്ങനെ താക്കീത് നൽകുക. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മലക്കുകളോട് പറയാം ഭസ്മമാക്ക്, ചാരമാക്ക്, അവനെ നശിപ്പിക്ക്, ഇവനെ രക്ഷപ്പെടുത്ത്. അങ്ങനെ പറയുമ്പോൾ ആകെ കൂടി ഇങ്ങനെ ഒരു വലിയ അത്ഭുതം കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അത്ഭുതം കാണിക്കുന്ന ആളല്ല. എന്നാൽ നബിയുടെ കൈകളിൽ കൂടി മുഅ്ജിസത്തുണ്ടായിട്ടുണ്ട്. സൂറത്തു ഇസ്രായിൻ്റെ അവസാനത്തിൽ കാണാം, എനിക്കിവിടെ ഒരു സ്വർണ്ണക്കൊട്ടാരം ഉണ്ടാവട്ടെ,
അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ഒരു തോട്ടമുണ്ടാവട്ടെ, അതിൽ കൂടി വെള്ളമൊഴുകട്ടെ, അതിൽ കൂടി ഈന്തപ്പനയും മുന്തിരിയും തോട്ടങ്ങളുണ്ടാവട്ടെ, അല്ലെങ്കിൽ ആകാശത്തിൽ നിന്നൊരു ഗ്രന്ഥം കണ്ട് വരട്ടെ. നബി പറഞ്ഞു, എനിക്കൊന്നും അവന് കഴിയൂല ചങ്ങായിമാരെ. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല. സൂറത്തു ഇസ്രായിൻ്റെ അവസാനത്തിൽ കാണാം, ഞാൻ നിങ്ങളെപ്പോലെ ഒരു റസൂലാണ്, പക്ഷേ മനുഷ്യനായ റസൂലാണ്. മനുഷ്യൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടാകും. അതാണ് ഇവർക്കുണ്ടായിരുന്നത്. ഫൈക്കൂന മഅഹൂ നദീറ, ഒരു മലക്കിനെ അദ്ദേഹത്തിൻ്റെ കൂടാണ്ട് കൂട്ടി ഇറക്കി കൊടുത്തിട്ട് അദ്ദേഹം ആ മലക്കിൻ്റെ കൂടെ താക്കീതുകാരനായി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. കാരണം അങ്ങാടി കൂടി നടക്കുന്ന മുഹമ്മദിൻ്റെ കൂടെ അത്ഭുതം കാണിക്കുന്ന മലക്കുണ്ടല്ലോ, ഞങ്ങൾ സ്വീകരിക്കും. അത് നമ്മളും ഇനി അള്ളാഹിൻ്റെ കാര്യം എന്തു പറഞ്ഞാലും, എത്ര വലിയ ദീനും കാര്യവും ഖുർആനും തെളിഞ്ഞ ഖുർആനം കണ്ട് തെളിമയോടുകൂടി ഓതിക്കൊടുത്താലും ഓനിപ്പോൾ എന്താ വല്ല മൊയ്ജിസത്തും ഉണ്ടോ, വല്ല കറാമത്തും ഉണ്ടോ? ഓനൊരു സാധാരണ മനുഷ്യൻ എന്നുള്ളതല്ല, എന്താ ആക്കെ വലിയ എന്തെങ്കിലുമൊക്കെ കറാമത്തുണ്ടാവണം. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ലോകത്ത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കപ്പെടുന്ന ഏതെല്ലാം മഹാന്മാരുണ്ടോ, അതിന് ഏത് മതത്തിലാണെങ്കിലും ദൈവേതരമായി ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന മഹാന്മാരുണ്ടോ, അവർക്കൊക്കെ സാധാരണ മനുഷ്യർക്കില്ലാത്ത വലിയ വലിയ പവർ ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി അല്ലേ. റിഫായ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മഹാനാണ്, അദ്ദേഹത്തൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തെ പറ്റി പറഞ്ഞുണ്ടാക്കിയതെന്താ, കഅബ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കഅബനെ തവാഫ് ചെയ്യാൻ കൊണ്ട് വയ്യാറിനപ്പോൾ കഅബ അയാളെ മേലെ ചുറ്റും ഇങ്ങനെ അങ്ങോട്ട് ചുരുങ്ങി, അവിടെ ഒന്നോ ഞാൻ തവാഫ് ചെയ്തോളൂ. അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം റിഫായ് ഷെയ്ഖിൻ്റെ പേരിലുണ്ട്, മൊയ്തീൻ ഷെയ്ഖിൻ്റെ പേരിലുണ്ട്. വഹും ബരീഊൻ, അവർ നിരപരാധികളാണ് റഹ്മത്തുള്ളാഹി അലൈഹിം, അവരൊക്കെ മഹാന്മാരാണ്. പക്ഷെ അവരെ പേരിൽ കെട്ടിപ്പറഞ്ഞുണ്ടാക്കി. അതുതന്നെയാണ് ഇവിടെ മലക്കുകൾ ഇറക്കി കൊടുക്കാത്തത്. എന്താണ്? ഔ യുൽഖാ ഇലൈഹി കൻസുൻ, ഔ യുൽഖാ ഇലൈഹി കൻസുൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ഒരു നിധി ഇറക്കി കൊടുക്കാത്തത്? മഹാസാധുവായിട്ടാണ് നബി ജീവിച്ചിരുന്നത്. 2 മാസക്കാലം തുടർച്ചയായി വെള്ളവും ഉണങ്ങിയ കാരക്കയും മാത്രം തിന്ന് ജീവിച്ച മുഹമ്മദാണോ ഞങ്ങളെ നന്നാക്കാൻ വന്നത്? ഓനെന്താ അള്ളാഹു തആലാൻ്റെ ആളാണെങ്കിൽ യുൽഖാ ഇലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ ഇട്ട് കൊടുക്കപ്പെടാത്തത് എന്താണ്? കൻസുൻ, നിധി ഇട്ട് കൊടുക്കപ്പെടാത്ത എന്താണ്? എന്നിട്ട് ഓനൊരു നിധി കൊണ്ട് കിട്ടിയിട്ട് ആ നിധിമ്മലിങ്ങനെ അതിൻ്റെ മഹത്വം. കാരണം കാശും പണവും വലിയ അത്ഭുത കൃത്യങ്ങളൊക്കെയാണ് ആളുകളുടെ മുമ്പിൽ മഹത്വത്തിൻ്റെ ലക്ഷണമായിട്ട് ആ ശിർക്ക് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിയത്. എന്തുകൊണ്ടൊരു നിധി കൊടുത്തില്ല? അല്ലെങ്കിൽ ഔ തകൂന ലഹു ജന്ന, അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഒരു ജന്നത്തുണ്ടായില്ല? ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം, ഇവിടെ അർത്ഥം ജന്നത്ത് സ്വർഗം, നമ്മൾ സ്വർഗപ്പൂന്തോപ്പ് തോട്ടമാണ്. അപ്പോൾ ഔ തകൂന ലഹു ജന്നത്തുൻ, അവനെന്താ തോട്ടമില്ലാത്തത്? ഏക്കുലും ഇന്ന, എന്നിട്ട് ആ തോട്ടത്തിൽ നിന്ന് അയാൾ തിന്നും. റസൂലുള്ളാഹിക്ക് സ്വന്തമായി ഒരു തോട്ടമില്ല, ഒരു ഈത്തപ്പന തയ്യ് പോലും ഇല്ല. ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് വേണം കാരക്ക. അങ്ങനെയാണ്. നബി സ്വയം സമ്പന്നനായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് അയാൾക്ക് ഒരു തോട്ടം ഉണ്ടായില്ല? വേറെയുള്ള സഹാബിമാർക്കൊക്കെ തോട്ടമില്ലേ? എന്നാൽ ഓലൊക്കെ നേതാവായ മുഹമ്മദ് നബിക്ക് എന്താ തോട്ടമില്ലാത്തത്? അതാണ് യഅ്കുലുമിന്ന വഖാലല്ലാലിമൂന. ആ അക്രമികൾ ഇങ്ങനെയും കൂടി പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇൻ തത്തബിഊന ഇല്ലാ റജുലം മസ്ഹൂറാ, സിഹ്ർ ബാധിച്ച ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. ഇൻ തത്തബിഊന ഇല്ല, ഇൻ തത്തബിഊന നിങ്ങൾ പിൻപറ്റുന്നില്ല, ഇല്ലാ റജുലം മസ്ഹൂറ, സിഹ്ർ ബാധിച്ച ഒരാളെയല്ലാതെ പിൻപറ്റുന്നില്ല. അപ്പം ഈ ഒരു ആയത്താണ് ഒരുപാട് സംശയങ്ങൾക്കും ദുരാരോപണങ്ങൾക്കൊക്കെ മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട്. മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിക്കൂല എന്നൊക്കെയുള്ള ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസുകളെല്ലാം നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പൂർവ്വകാലം മുതൽ തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ മുശ്രിക്കീങ്ങൾ മസ്ഹൂറായ സിഹ്ർ ബാധിച്ച ആളാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞു. എന്നാൽ മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്ന് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസുണ്ട് താനും. അപ്പോൾ ഖുർആനിനെതിരായി ഹദീസ്, അതുകൊണ്ട് ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസിനെ തട്ടണം എന്ന വാദം പണ്ടുകാലം മുതലേ ഉള്ള, ഇപ്പം മാത്രമൊന്നുമല്ല, പണ്ട് കാര്യം. യഥാർത്ഥത്തിൽ അതൊരു തെറ്റിദ്ധാരണയുടെ പേരിലുണ്ടായ
ഒരു ആശയം മാത്രമാണ്. മുശ്രിക്കീങ്ങൾ പറയുന്നത് എന്താ? സിഹ്ർ ബാധിച്ചാന്ന് പറഞ്ഞ ഒരു ഭ്രാന്ത് പിടിച്ച് ആരോ മാരണം ചെയ്ത മര്യാദക്ക് വർത്തമാനം പറയാത്തൊരു ഭ്രാന്തനെ അല്ലാതെ പിൻപറ്റുന്നില്ല എന്നാണ്. അതായത് മുഹമ്മദ് നബിയെ പറ്റിയുള്ള ആരോപണങ്ങൾ, അല്ലാതെ മുഹമ്മദ് നബിക്ക് സിഹ്ർ ബാധിക്കൂല എന്നൊന്നും അല്ല ഈ വാക്കിൻ്റെ. ഈ സിഹ്ർ മറ്റൊന്നാണ് ഇവർ പറഞ്ഞു. അപ്പോൾ നബിയെപ്പറ്റി അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? സ്ത്രീലമ്പടനാണ്. സ്ത്രീയെ അവർ ചോദിക്കുന്നുണ്ടല്ലോ, എനിക്ക് സ്ത്രീകളെ, മക്കയിലുള്ള സ്ത്രീകളെയാണോ ആവശ്യം? എന്നാൽ ഏറ്റവും സുന്ദരികളായ സ്ത്രീകളെ ഞങ്ങൾ വിവാഹം ചെയ്തു തരാം, ഞങ്ങളെ ബിംബങ്ങളെ ഒരിക്കലും നീ ആക്ഷേപിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീലമ്പടനാണ് എന്ന് പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പറയുന്നുണ്ട്, ഹുബ്ബിബ ഇലയ്യൻ നിസാഉ, ഹുബ്ബിബ ഇലയ്യൻ നിസാഉ, സ്ത്രീകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ആണ് ഹുബ്ബിബ ഇലയ്യ തീബു, എനിക്ക് സുഗന്ധം ഏറ്റവും ഇഷ്ടമാണ്, സ്ത്രീകൾ ഏറ്റവും ഇഷ്ടമാണ്. വജുഇലത്ത് ഖുർറത്തു ഐനിൻ ലി അസ്സലാ, എൻ്റെ കണ്ണിന് ഏറ്റവും കൂടുതൽ കുളിർമ കിട്ടുന്നത് നമസ്കാരത്തിലാണ്. 3 കാര്യം നബി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എന്നിട്ട് നബി സാധാരണ മുസ്ലിങ്ങൾക്ക് അനുവദിച്ചതിനേക്കാളും 5 അധികം വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ. 5 അതിലേറെ ഉണ്ട്. ഏതായിരുന്നാലും 9 ഭാര്യമാർ നബിക്കുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞത് ശരിയാണ്, നമ്മൾ അംഗീകരിക്കേണ്ടത് അല്ല. ഓല് നബിയെപ്പറ്റി ആരോപിച്ചതും നബി തന്നെ പറഞ്ഞതും സ്ത്രീകൾ എനിക്ക് ഇഷ്ടമാണെന്ന്, അത് മറ്റൊരു വിഷയമാണ്. അവർ പറഞ്ഞു എന്നതുകൊണ്ട് നബിക്ക് സ്ത്രീകളോട് വെറുപ്പാന്ന് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞു എന്നതുകൊണ്ട്, ആരോപിച്ചു എന്നതുകൊണ്ട് നബി സ്ത്രീകളെ അകറ്റി നിർത്തുന്നു എന്ന് പറയാൻ പറ്റില്ല. നബി ആ ഭാര്യമാരെ 9 ഭാര്യമാരെയും നന്നായി പരിചരിക്കുകയും ഇഷ്ടപ്പെടുകയും അവരുടെ തൃപ്തി ഇങ്ങോട്ട് കിട്ടുകയും അവിടുന്ന് അങ്ങോട്ട് തൃപ്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നബി അങ്ങനെ ഒരു സ്ത്രീലമ്പടനാണ് എന്നല്ല, അവരങ്ങനെ ആരോപിച്ചു എന്നുള്ളതിലൊക്കെ. അവരിതാ പറഞ്ഞു, വഖാലു മാലി ഹാദർ റസൂലി യഅ്കുലു തഅമ വയംശി ഫിൽ അസ്വാഖ്, ഈ റസൂലിന് എന്ത് പറ്റി? ഇയാൾ ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടി കൂടി നടക്കുന്നു എന്ന് പോലിന്നെ ആക്ഷേപിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നബി അങ്ങാടി കൂടി നടന്നിട്ടില്ലേ? ഉണ്ടായിരുന്നല്ലോ. ഉക്കാലയിലും മിജനയിലും പോയി പ്രബോധനം നടത്തിയിരുന്നല്ലോ. സഹാബിമാരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചിരുന്നല്ലോ. അദ്ദേഹം ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്നല്ലോ. മറ്റുള്ള സമുദായക്കാർ പോലും ആഹാരത്തിന് വിളിച്ചപ്പോൾ നബി പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ, അവരുടെ ഒരു ആരോപണം മാത്രമായിരുന്നു ഈ തരത്തിലുള്ള. നബിയെപ്പറ്റി അവർ പറഞ്ഞെന്താ? ഷായിറായിരുന്നു എന്ന് ഉണ്ടല്ലോ. ഒരുപാട് ആരോപണം. കവിതയാണ്, ഖുർആൻ കവിതയാണ്, ഇയാളൊരു ഷായിറാണ്. ഷായിറുൻ വയഖൂലൂന ഷായിറുൻ അത്രബ്ബസു ബിഹി റൈബൽ മനൂൻ, ഇവനൊരു കവിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കവിത ചൊല്ലിയിട്ടുണ്ടല്ലോ. ഖുർആനല്ലാത്ത നിലക്ക് നബി കവിതയുടെ എല്ലാ പ്രാസവും കെട്ടും മട്ടുമുള്ള അന നബിയ്യുൻ ലാ കദീബ് അനബ്നു അബ്ദുൽ മുത്തലിബ്, നല്ല പ്രാസമുള്ള അറബി ഭാഷയിലെ സുന്ദരമായ ശൈലിയുള്ള കവിത നബി ചൊല്ലിയിരുന്നു യുദ്ധമുഖത്തൊക്കെ വെച്ചിട്ട്. അപ്പം എന്നെ പറ്റി കവിയ എന്ന് പറയേണ്ടതുകൊണ്ട് ഞാൻ ഈ കവിത ചൊല്ലൂല, നബി കവിതയെല്ലാം പാടില്ല എന്ന് പറയാൻ പറ്റില്ല. നബി അങ്ങാടി കൂടി നടക്കുന്നതും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതും ഒരു മോശപ്പെട്ട പണിയാണ് എന്നതുകൊണ്ട് ഞാൻ ഈ അങ്ങാടിക്കില്ല എന്ന് നബി പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടുണ്ട്. സ്ത്രീലമ്പടനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കിനി സ്ത്രീകൾ വേണ്ട എന്ന് പറഞ്ഞ് തലാക്ക് എല്ലിയിട്ടില്ല. നബി എന്നെ പറഞ്ഞു ഹുബ്ബിബ ഇലയ്യ നിസാഉ, സ്ത്രീകളോട് എനിക്കിഷ്ടമാണ്. ആ ഇഷ്ടം എന്താണ്? അതൊരു തെറ്റായ ഇഷ്ടമല്ല, അള്ളാഹു അനുവദിച്ച തരത്തിലുള്ള ഇഷ്ടം എന്ന് മാത്രമല്ല, എൻ്റെ ഭാര്യമാരെ എത്ര വയോവൃദ്ധകളാണെങ്കിലും അവരെ ഞാൻ സ്നേഹിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചതിൻ്റെ ശേഷവും 60 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചത്. എന്നിട്ടും നബി ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ മരിച്ചുപോയ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരെങ്കിലും വല്ല നല്ല ഭക്ഷണവും ചീരണി എന്തെങ്കിലും കൊണ്ടേ കൊടുത്തു തന്നാൽ, ചീരണി പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും നല്ല ഭക്ഷണം നബിക്ക് ആരെങ്കിലും ഒരു ഹദിയയായിട്ട് സന്തോഷത്തിന് കൊടുത്താൽ കുറച്ചെണ്ണം, അല്ലെങ്കിൽ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടേ കൊടുക്കണം. ഖദീജക്ക് കൊടുക്കാൻ എന്നെ കൊണ്ടേതിലും കഴിയൂല, ഖദീജ മരിച്ചുപോയി. ഖദീജൻ്റെ ചങ്ങാതിച്ചികളായിട്ടുള്ള ഖദീജയുടെ കൂട്ടുകാരികളായ വൃദ്ധ സ്ത്രീകളുണ്ടവിടെ, അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അത്രമാത്രം നബി ഖദീജയെ സ്നേഹിച്ചിരുന്നു. ആ അർത്ഥത്തിലാണ് തൻ്റെ ഭാര്യമാരെ
വളരെ വയോവൃദ്ധകളായ പല്ലുപോയ ഭാര്യമാരുണ്ടായിരുന്നു, കറുത്തിരുണ്ട സൗന്ദര്യമില്ലാത്ത ഭാര്യമാരുണ്ടായിരുന്നു, എന്നാൽ സൗന്ദര്യമുള്ള ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരെയൊക്കെ ഒരേ നീതിപൂർവകമായി ഒരേ നിലക്ക് തന്നെ നബി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവർക്ക് കൊടുക്കേണ്ട ശാരീരിക ബന്ധവും വൈകാരിക ബന്ധവും എല്ലാ സ്നേഹബന്ധങ്ങളും അവർക്ക് നബി കൊടുത്തിട്ടുണ്ട്. ഒരു ഭാര്യയുടെ അടുക്കൽ ഒരു ദിവസമെങ്കിലും നബി ചുറ്റിക്കറങ്ങാതിരുന്നിട്ടില്ല. നബി ഭാര്യമാരുള്ള സ്നേഹമാണ്. അതിൻ്റെ അർത്ഥം സ്ത്രീലമ്പടനാണെന്നല്ല, ആളുകൾ എന്നെ സ്ത്രീലമ്പടനാണെന്ന് ആക്ഷേപിച്ചു എന്നല്ല. ഇതുപോലെയാണ് മസ്ഹൂറാണ് എന്നവർ പറഞ്ഞു. നബിക്ക് സെഹർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തനാണ് ഇവൻ, എന്തോ പറയാണ്. മര്യാദക്ക് മസ് എന്നാണ് അതിന് പറയാം, മസ്, അതായത് ജിന്നു ബാധിച്ചവൻ, സെഹർ ബാധിച്ചവൻ. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ഇബ്നു ആസിം എന്ന ഒരു ജൂതൻ സെഹർ ചെയ്തിരുന്നുവെന്നും എന്നിട്ട് നബിക്ക് ഭാര്യമാരുടെ അടുത്ത് ചെന്നോ പോയോ പോയില്ലേ, അതായത് വേറെയുള്ള കാര്യത്തിലൊന്നും നബിക്ക് സംശയം ഉണ്ടായില്ല, ഹദീസുകളിൽ കാണാം. ഇന്നിപ്പോൾ ആ ഭാര്യൻ്റെ അടുത്ത് ചെന്നോ പോയോ പോയില്ലേ, ആകെ കൂടി ഒരു കൺഫ്യൂഷൻ. അത് മാത്രമാണ് സംശയം ഉണ്ടായത്. ഭൗതികമായ ദീനിൻ്റെ കാര്യത്തിലല്ല സംശയം ഉണ്ടായത്, ഭൗതികമായ കാര്യത്തിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അത് അറിയിച്ചു കൊടുത്തു. ഉറങ്ങുമ്പോൾ രണ്ടാളുകൾ വന്നിട്ട് എന്താണ് ഇയാൾക്ക് എന്ന് ഒരാൾ ചോദിക്കുന്നു, മറ്റാൾ പറയുന്നു ഇയാൾക്ക് മത്ബൂബാണ്, കുറച്ചൊരു വിഷമം ബാധിച്ചിട്ടുണ്ട്, മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെന്താണ് അതിൻ്റെ കാരണം? അത് അദ്ദേഹത്തിനൊരു മാരണം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എന്താണ്, ആരാണ് മാരണം? ഓല് തമ്മിലുള്ള സംഭാഷണമാണ്. നബീദ് ഇങ്ങനെ കേൾക്കുക, ആരാ മാരണം ചെയ്തത്? അത് ലബീദ് ഇബ്നുൽ ആയിസം എന്ന ജൂതനാണെന്ന് പറഞ്ഞു. എന്തിലാണ് എന്ന് ചോദിച്ചു. അത് മുഷാറ്റത്ത് ജഫു തൽവ, അതായത് ചീർപ്പ്, അതുപോലെ തന്നെ ഈന്തപ്പനയുടെ കൊതുമ്പ്, ഉണങ്ങിയ കൊതുമ്പിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചു. മദീനയുടെ അടുത്തുള്ള പള്ളിയുടെ അടുത്തുള്ള ദർവാൻ കിണറ്റിലാണ് എന്ന് പറഞ്ഞു. ബിർ ദർവാനിലാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇങ്ങനെ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം പോലെ കണ്ടു. നബിമാരുടെ സ്വപ്നം സത്യമാണ്, അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ ആ സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ദർവാൻ കിണറ്റിൽ പോയി നോക്കി എന്ന് പറഞ്ഞു. അവർ പോയി നോക്കിയപ്പോൾ എന്തോ ചില അധികമായ വസ്തുക്കൾ, അതിൽ കാണാൻ പാടില്ലാത്ത വസ്തുക്കൾ കണ്ടു. അതിനെ പുറത്തെടുത്തു. എന്ത് ചെയ്യണമെന്ന് സാഹിബിമാർ ചോദിച്ചപ്പോൾ അത് കുഴിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം സുഖമായിട്ടുണ്ട്. അവർ കുറഞ്ഞ നേരത്തേക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി. ഭാര്യൻ്റെ അടുത്തേക്ക് പോയോ ഇല്ലേ ആ ഒരു വിഭ്രാന്തി ഉണ്ടായി, മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതെന്തിനാണ് ഒരു പക്ഷേ അല്ലാഹു തആല ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം നബി സാഹിറായി എന്നുള്ളതല്ല. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഏറ്റവും നല്ല റിപ്പോർട്ടോടുകൂടി വന്നതാണ്. പക്ഷേ അതിനെ നമ്മൾ തള്ളാൻ പാടില്ല. എന്തുകൊണ്ട്? ഒന്ന്, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് സഹിയായ ഹദീസിൻ്റെ ഇമാമുമാർ ഉദ്ധരിച്ചു. അവർക്കൊന്നും ഈ തോന്നലുണ്ടായിരുന്നില്ലേ? ഇല്ലല്ല. അത് ഒന്ന്. രണ്ട്, പ്രാമാണികരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഒരു പണ്ഡിതനും ഈ ഹദീസ് തള്ളിയിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ള പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസ് തള്ളുന്ന മുഅ്തസില എന്ന് പറയുന്നൊരു വിഭാഗം, അതായത് ബുദ്ധിക്കെതിരായിട്ട് ഹദീസ് കണ്ടാൽ, അതിനെ ഒരു സംഭവം കണ്ടാൽ തള്ളണം എന്ന് വിചാരിച്ചിരുന്ന, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചിരുന്ന, ഹദീസുകളെ വ്യാഖ്യാനിച്ചിരുന്ന ആളുകൾ പണ്ട് കാലം മുതലേ ഉണ്ട് മുഅ്തസിലത്ത്. അവർ ഈ ഹദീസിനെ തള്ളിയപ്പോൾ മഹാന്മാരായ പൂർവികന്മാർ ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ അതിന് കൃത്യമായ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഹദീസിനെ തള്ളേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ? ഒരു മനുഷ്യനുണ്ടാകാവുന്നതൊക്കെ മുഹമ്മദ് നബിക്ക് ഉണ്ടാവും. അതിൽ തെളിവാ. മനുഷ്യന് ചെയ്യേണ്ട മാതിരി അങ്ങാടി കൂടി നടക്കുന്നുണ്ട്, മനുഷ്യന് വിവാഹം ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. നബി ഉറങ്ങാറുണ്ട്, വിവാഹം ചെയ്തിട്ടുണ്ട്, അങ്ങാടി കൂടി നടക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്. അതുപോലെ നബിക്ക് വേദന ഉണ്ടാകും, നബിക്ക് കഷ്ടപ്പാടുകളുണ്ടാവും. അതുപോലെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാവുന്ന ഉപദ്രവങ്ങളൊക്കെ പ്രവാചകനെ അവരെ ഉപദ്രവിച്ചിരുന്നു. സെഹിർ കൊണ്ടുവരെ, അന്ന് സാഹിറന്മാരുണ്ടായിരുന്നു, ജൂതന്മാർ, സെഹിർ കൊണ്ടുവരെ ഉപദ്രവിച്ചിട്ട് നബിയുടെ കുടുംബജീവിതത്തിലെ ചില വിഷയങ്ങളിൽ നബിക്ക് പ്രയാസങ്ങളുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സൂപ്പർ പവർ അല്ല, സാധാരണ മനുഷ്യനാണ്.
എന്താണ്, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ഉണ്ടാകും എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ ഇങ്ങനെ ഒരു സംഭവം അല്ലാഹു തആല ഉണ്ടാക്കിയതായിരിക്കാം. അതിനെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് ബാധിക്കുമോ എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ സെഹർ ചെയ്താൽ ബാധിക്കുമോ ഇല്ലേ, അത് അള്ളാഹു തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ വെല്ലുവിളിച്ചിട്ട് എന്നെ സെഹർ ചെയ്തോളി എന്നുള്ളത് വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നും ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമല്ല. ഈ സെഹർ എന്ന് പറയുന്ന കാര്യം എന്താ, പിശാച്ചിൻ്റെ വസ്വാസ് എന്നാണ്. ഇത്രയേ ഉള്ളൂ. വസ്വാസുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്നാൽ അങ്ങനെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളെ ഏതൊരു സ്ഥാനാർത്ഥിൻ്റെ മേലിൽ സെഹർ ചെയ്തുകൂടെ എന്നൊക്കെ പറയാം. ആ തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. തൽക്കാലം പകിട്ടാക്കാം, ഒരു പകിട്ടുണ്ടാക്കാം, മാനസികമായൊരു പകിട്ടുണ്ടാക്കാം. ഇപ്പം മൂസാ നബി അലൈഹി സ്വലാം പ്രവാചകനാണല്ലോ, അദ്ദേഹത്തിൻ്റെ കണ്ണിലും ഒരു പകിട്ടുണ്ടായില്ലേ. ഫിറഔൻ വടിയിട്ടപ്പോൾ ഫിറൗൻ്റെ ആളുകൾ വടിയിട്ടപ്പോൾ പാമ്പാണെന്ന് തോന്നി. മൂസാ നബി അലൈഹി സ്വലാം പേടിച്ചു. ആ നിലക്കുള്ള താൽക്കാലികമായ സ്ഥായിയല്ലാത്ത എന്തെങ്കിലും പകിട്ടുകൾ ഉണ്ടാക്കാമെന്നല്ലാതെ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെയോ അവൻ്റെ ജീവിതത്തിലെ സ്വസ്ഥതയോ കെടുത്തുന്ന ഒന്നും മനുഷ്യനുണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കണമെന്നില്ല. മുഹമ്മദ് നബിക്ക് അങ്ങനെ ഉണ്ടായിട്ടുമില്ല. ഒരു ചെറിയ പ്രയാസങ്ങളുണ്ടായി. ഇപ്പം ഈ പറയുന്ന ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകൾ ഈ ഹദീസിനെ നിഷേധിക്കുന്നുണ്ട്. ഒന്നാമത് രണ്ട് കൂട്ടരുടെയും ഉദ്ദേശം സദുദ്ദേശമാണ്. എന്താ ഉദ്ദേശം? മുഹമ്മദ് നബിയെ ശുദ്ധീകരിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അതല്ലാതെ മുഹമ്മദിനെ എതിർക്കാനൊന്നുമല്ല ഈ ഹദീസിനെ നിഷേധിക്കുന്നത്. പക്ഷേ ആ ഹദീസിനെ നിഷേധിക്കുക വഴി ഒരു സദുദ്ദേശത്തിന് വേണ്ടി വലിയൊരു വാതിൽ അവിടെ തുറക്കുന്നുണ്ട്. അതാ പണ്ഡിതന്മാർ പറയുന്നത്. ഇപ്പോൾ നസാറാക്കൾ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഈസനയോടുള്ള എതിർപ്പാണോ സ്നേഹമാണോ? എതിർപ്പാണോ സ്നേഹമാണോ? സ്നേഹം കൊണ്ടാണ് ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്ന് നസാറാക്കൾ പറയുന്നത്. യഹൂദികൾ ഉസൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തോടുള്ള അമിതമായ ആദരവ് കൊണ്ടാണ്. പക്ഷേ ആ ആദരവിനെ നമ്മൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഖുർആനിൻ്റെ കൽപ്പനക്ക് എതിരായതുകൊണ്ടാണ്. ഇതുപോലെ റസൂലിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ലബീദ് ബിൻ ആസിമിൻ്റെ ഈ സംഭവം ബുഖാരി ഉദ്ധരിച്ചത് ശരിയല്ല എന്ന് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതുവഴി ഉണ്ടാകുന്ന ഒരു അപകടം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സഹിയായി വന്ന ഒരു ഹദീസ് ബുഖാരി കള്ളമാണ് എന്നുള്ള, ബുഖാരിയിലെ ഹദീസ് വ്യാജമാണ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കുടത്തിന് ഒരു ഓട്ട കുത്തിയാൽ പിന്നെന്താ സംഭവിക്കുക? ഒരുപാട് ഓട്ടകൾ പിന്നെ ഉണ്ടാകും. അപ്പോൾ പിന്നെ ബുഖാരി ചിലതൊക്കെ കള്ളാണ്, നമ്മളെ ബുദ്ധിക്ക് തോന്നാത്തതൊക്കെ വ്യാജമാണ് എന്നുള്ളിടത്തേക്ക് വരും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുഫ തോലിൻ്റെ വലിയ ഷൂ ഇട്ട് മരുഭൂമിയിൽ കൂടി നടന്നു വന്ന ആൾ നിസ്കരിക്കുമ്പോൾ ആ ഖുഫ അഴിക്കണമെന്നില്ല. കാരണം അത് കെട്ടിപ്പൂട്ടി വെക്കേണ്ട ഒരു സാധനമാണ്. അത് അഴിക്കണമെന്നില്ല. ഒന്നുണ്ടാക്കണതിന് പകരം എന്ത് മതി? തടവിയാൽ മതി. എവിടെ തടവുണ്ട്? നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എവിടെ തടവുണ്ട്? അടിയിലാണ് തടവുണ്ട്. പക്ഷേ തടവേണ്ടതോടെ മേലെ. അപ്പോൾ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പലതും നമുക്ക് അറിയാതെ പോകും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാൾക്ക് വയറിൻ്റെ ദഹനക്കേടുണ്ടായി, അങ്ങനെ അദ്ദേഹത്തിനൊരു ശബ്ദം കേട്ടു, ഉളു മുറിഞ്ഞു. എവിടെയാണ് ഒളുണ്ടാക്കേണ്ടത്? ഉളു മുറിഞ്ഞതൊരു സ്ഥലത്ത്, ഒളുണ്ടാക്കേണ്ടത് മുഖത്തും കൈമലുമാണ്. ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ചില നിയമങ്ങളുണ്ട്, ആ നിയമമാണ് നമ്മൾ പാലിക്കേണ്ടത്. ഇതുപോലെ തന്നെ അപ്പോൾ ബുദ്ധി കൊണ്ടല്ല, നമ്മളൊരു കാര്യം പ്രമാണം സഹിയായി വന്നാൽ, അപ്പോൾ ഒളു ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒളു മുറിഞ്ഞാൽ ഒളു ഉണ്ടാക്കണമെന്ന പ്രമാണം ഇസ്ലാമിലുണ്ട്. അതിന് അവിടെ ഒളുണ്ടാക്കേണ്ടത് ഏത് ഭാഗത്തു കൂടിയാണോ ആ ശബ്ദം കേട്ടത് അവിടെ അല്ലേ കഴുകി വൃത്തിയാക്കേണ്ടത്. അതല്ല നമ്മളെ മുഖത്തും കയ്യിലോ കഴുകി വൃത്തിയാക്കണം. അത് പ്രമാണമാണ്, ആ പ്രമാണം നമ്മൾ സ്വീകരിക്കണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ഭൗതിക ജീവിതത്തിൽ ചില പ്രയാസങ്ങളുണ്ടായി എന്നതൊരു പ്രമാണമാണ്. ആ പ്രമാണം നമ്മൾ ഞാൻ ആ പ്രമാണം തള്ളി എന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊക്കെ ബുഖാരി എടുത്ത് വെച്ച് കണ്ടും മുസ്ലിം എടുത്ത് വെച്ച് കണ്ടും നിങ്ങൾക്കൊന്നും പറ്റാത്തത് ഓരോരുത്തർക്കും തള്ളിക്കൂടെ? ഈച്ചനെ മുക്കി കൊല്ലണം എന്ന് പറഞ്ഞ ഹദീസ് പണ്ട് ആളുകൾ തള്ളിയെന്നു.
ഈശൻ്റെ മറ്റേടത്തുണ്ട് അങ്ങനെ തള്ളി. അപ്പോൾ പിന്നെ വേറൊരു സാധനം അത് തള്ളണം എന്ന് പറഞ്ഞു, അത് തള്ളിക്കൂടാ. ഓരോന്നും തള്ളിപ്പോയാൽ പിന്നെ എങ്ങനെയാണ് ദീന് നിലനിൽക്കുക? അപ്പോൾ നമ്മൾ ലോകത്ത്, മുസ്ലിം ലോകത്ത് അംഗീകൃതമായിട്ട് ലോകത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ സ്വീകരിച്ചു വന്ന നമ്മുടെ ഹദീസുകളെ നമ്മൾ തള്ളുകയല്ല വേണ്ടത്. ആ ഹദീസുകളെ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പണ്ഡിതന്മാരെന്താ ചെയ്തത്? ആ ഹദീസിന് എതിരല്ല ഇൻ തത്തബിയൂന ഇല്ലാ റജുലൻ മസ്ഫൂറ, സിഹർ ബാധിച്ച ഒരാളെയല്ലാതെ നിങ്ങൾ പിന്തുടർന്നിട്ടില്ല എന്ന ഈ ആയത്ത് ഈ ബുഖാരിയുടെ ഹദീസിന് എതിരല്ല. അവർ പറയുന്നത് ആ നിലക്ക് മാരണം ബാധിച്ച് എങ്ങനെയാണ് എന്താ ഖുർആൻ ഇറങ്ങിയില്ലേ, ഖുർആനിൽ നബി ദഅവത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ആകെ കൂടി നബിക്ക് ഭ്രാന്ത് പിടിച്ച് ഒരു ചുറ്റിക്കറങ്ങി നടന്നു എന്ന അർത്ഥത്തിലല്ല അവർ പറയുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിന് ചില ഭ്രാന്തൻ, ഒരു ചീത്ത വിളിക്കുകയാണ്, ഭ്രാന്തൻ പണിയാണ് ഇയാൾ ചെയ്യുന്നത്, ഭ്രാന്തന്മാരെ പണിയാണ് കാരണവന്മാർ ആരാധിച്ച് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൈ മഹാന്മാരായ ബിംബങ്ങളെ അതിനൊക്കെ എല്ലാവരും ബഹുമാനിച്ച് വന്നതിനെ ഇവൻ എതിർക്കുകയും നിഷേധിക്കുകയും ചെയ്താൽ അത് ഭ്രാന്താണ്, പുതിയ ഒരാശയം, അത് ഭ്രാന്താണ് എന്ന് പറയുന്ന ആ നിലക്കുള്ള ഒരു ജുനൂന് മാത്രമാണ് എന്ന ഒരു ആരോപണം നബിയുടെ മേൽ അങ്ങാടി കൂടി നടക്കുന്നു. പെണ്ണുങ്ങൾക്ക് ഉള്ള കൂടുതൽ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഭ്രാന്താണ് എന്നുള്ളതിൻ്റെ അപ്പുറം ഇതിൽ വേറെ ഒന്നുമില്ല. അതിൻ്റെ പേരിലൊരു തർക്കിക്കാൻ നമ്മൾ പോകാതിരിക്കുകയാണ് നല്ലത്. ബുഖാരിയും മുസ്ലിമിൻ്റെയും എന്ന് പറഞ്ഞ ഹദീസുകൾ ഖുർആൻ നമുക്ക് യോജിക്കുന്നില്ല എന്നതുകൊണ്ട് അതിനെ തള്ളിക്കളയാം. 7 ഭൂമി 7 ആകാശം, 7 ആകാശം എന്നുണ്ട് ഖുർആനിൽ, ഓരോരുത്തർ 7 ഭൂമി എന്നുണ്ട്. ഒബിനിൽ അർളി മിസ്ലഹുന്ന, അതുപോലെ ഭൂമി, അത് നമുക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് തള്ളിക്കാളി എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ബുദ്ധിയല്ല പ്രമാണമാണ് പ്രധാനമായിട്ടുള്ളത്. ഇസ്ലാമിൻ്റെയൊക്കെ പല ആരാധനാകർമ്മങ്ങളിലും ബുദ്ധിക്ക് അല്ല പ്രമാണമാണ്. പ്രമാണം നബി എന്ത് ചെയ്തു അത് നമ്മൾ സ്വീകരിക്കുന്നു എന്നതാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹജറുൽ അസ്വദിൻ്റെ മുമ്പിൽ വെച്ച്, ഹജറുൽ അസ്വദ് കഅബ ഫത്ഹു മക്കൻ്റെ അന്ന് കഅബ കീഴടങ്ങിയത് എങ്ങനെയാണ്? അവിടെ ഉണ്ടായിരുന്ന എല്ലാ കല്ലുകളെയും കൊത്തുപണികളെയും വലിച്ചെറിഞ്ഞിട്ടാണ്. പക്ഷേ ഹജറുൽ അസ്വദ് അവിടെ ഉണ്ട്. അവിടെ ചെന്ന് മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്ബീൽ ചെയ്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗലാ അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബൽതുക മാ ഖബ്ബൽതു, നബി എന്നെ മുത്തിയതായിട്ട് ഞാൻ വല്ലാഹി ഇന്നി അലഅലമു അന്നക ഹസറുൻ, ഇതൊരു കല്ലാന്ന് എനിക്കറിയാം, കല്ലേ ഇത് എനിക്കറിയാം, കല്ലേ ഇതൊരു കല്ല് തന്നെയാണ്, പക്ഷേ റസൂൽ അല്ലാഹ് എന്നെ മുത്തിയത് കൊണ്ട് മുത്തുന്നു. അവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധി ഒരു ഭാഗത്ത് വർക്ക് ചെയ്തു. എന്താ ബുദ്ധി വർക്ക് ചെയ്തത്? കല്ലൊക്കെ പെടുന്ന് നബി അൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക്കാന്നും പറഞ്ഞ് കല്ലൊക്കെ വലിച്ചിട്ടു. എന്നിട്ട് പിന്നെ കല്ലിമ കൊണ്ടുപോയി മുത്തണ്. അതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ബുദ്ധി അവിടെ അപ്പുറത്ത്. എന്നാൽ ആ പ്രമാണം എന്താണ്? റഅയ്തു റസൂലുള്ളാഹി യുഖബ്ബിലുക, റസൂൽ എന്നെ മുത്തുന്നത് കണ്ടു, അതുകൊണ്ട് മുത്തി. അത് ഇന്നും ഒരു സുന്നത്താണ്. അതുപോലെ തന്നെ സഹാബിമാർ ഇസാഫുന ഇല, എവിടെ ഉണ്ടായിരുന്നത്? 2 ബിംബം സഫാ മർവൻ്റെ അടുത്ത്. ഇസാഫുന ഇല, സഫാ മർവൻ്റെ അവിടെ 2 ബിംബം ഉണ്ടായിരുന്നു ജാഹിലിയ കാലത്ത്. അവർ സഫാൻ്റെ അടുത്ത് പോകും, ആ ബിംബത്തിൻ്റെ അടുത്ത് പോകും, മർവയിലേക്ക് പോകും നായിലിനെ ചുംബിക്കാൻ. ഇസ്ലാം ഹജ്ജ് കാലത്ത് അവരുടെ ഹജ്ജ്, ജാഹിലിയാക്കുള്ള ഹജ്ജ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിൻ്റെ ശേഷം ഹജ്ജ് ഫർളാക്കി. അപ്പോഴും സഫാ മർവൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ പണ്ടവിടെ ബിംബുണ്ടല്ലോ, അവിടെ പോകുന്നതൊരു സുഖമാണോ? അല്ലാഹു തആല പറഞ്ഞു, ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുറ്റമില്ല സഫാ മർവൻ്റെ അടിയിൽ ചുറ്റൽ. എന്താ കുറ്റമില്ല എന്ന് പറയാൻ കാരണം? ആ പണ്ടത്തൊന്നും നാണ്ട് വിട്ടാളി, സഫാ മർവൻ്റെ അടിയിൽ ചുറ്റണം, നടക്കണം എന്നത് അത് ഇസ്ലാമിലുണ്ട്. പണ്ടുപോലെ അങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട് അവിടെ ബുദ്ധിയാണ് പ്രവർത്തിക്കാൻ പാടില്ല, പ്രമാണമാണ്. നബി പറഞ്ഞു ചുറ്റണം, ബുദ്ധി പറയാണ് അവിടെ ഇസാഫുൻ നായിലും പണ്ടുണ്ടായിരുന്നല്ലോ, പിന്നെ നമ്മളവിടെ പോകണമെന്ന്. ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബുദ്ധിയല്ല ചെയ്യേണ്ടത് ഒന്ന്. പിന്നെ സദുദ്ദേശമായിരിക്കാം, ഒരുപക്ഷെ നസാറാക്കൾക്ക് സദുദ്ദേശമാണ്. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അള്ളാഹുവിൻ്റെ പുത്രനാക്കിയത് ചെറിയ സദുദ്ദേശമൊന്നുമല്ല, ഏറ്റവും വലിയ സദുദ്ദേശമാണ്. അദ്ദേഹത്തിനൊരു പിതാവില്ല, മറിയം വിശുദ്ധയാണ്. അതുകൊണ്ട് വിശുദ്ധയായ മറിയമിന് താനേയുണ്ടായ ഗർഭത്തിൻ്റെ ഉത്തരവാദി അള്ളയാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ പുത്രനാണ്.
അദ്ദേഹത്തെ ആദരിച്ച് അങ്ങേ അറ്റത്തെ ആദരിക്കുകയാണ് അവർ ചെയ്തത്. ആ സദുദ്ദേശമാണ്. പക്ഷെ ആ സദുദ്ദേശം ഇസ്ലാം അംഗീകരിച്ചില്ല. കാരണം പ്രമാണം ലയസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു അടിമയായിരിക്കാൻ ഈസാ നബിക്ക് ഒരു കുറവുമില്ല, ഒരു ലജ്ജയുമില്ല. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് അദ്ദേഹം പറയും. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ. അവിടെ പ്രമാണമാണ്, ബുദ്ധിയല്ല. അപ്പോൾ ആ സദുദ്ദേശമല്ല, സദുദ്ദേശത്തിനേക്കാളും വലിയത് പ്രമാണമാണ്. അതുപോലെ നബിയെ വിശുദ്ധവൽക്കരിക്കാനും നബിക്ക് അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് പറയാനുമാണ് പറയുന്നതെങ്കിൽ ഈ ആ നബിക്ക് ഉണ്ടായതൊന്നും ഇവരൊന്നും ഈ നിഷേധിക്കുന്ന ഹദീസ് നിഷേധിക്കുന്ന അത് തള്ളുന്ന ആളുകൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു അപകടം നബിക്കുണ്ടായിട്ടില്ല. ഭൗതിക കാര്യത്തിലുണ്ടായി, എന്നാൽ ദീനി കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നബിയെ സംരക്ഷിക്കും. അതായത് ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ എല്ലാ ഉപദ്രവങ്ങളും ആ ജനങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദീനിൻ്റെ കാര്യത്തിൽ പരിക്കുകളൊന്നും നബിക്ക് ഉണ്ടാവില്ല. എന്നാൽ ജനങ്ങളിൽ നിന്ന് നബിക്ക് കിട്ടിയിട്ടില്ലേ? നബിൻ്റെ പല്ല് പൊട്ടിയില്ലേ? നബിൻ്റെ തല പൊട്ടിയില്ലേ? വലിയ മാരകമായ മുറിവ് പറ്റിയില്ലേ? ഒക്കെ നബിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. വല്ലാഹു യഅസിമുക മിനന്നാസ്. പക്ഷേ അതൊന്നും നബിയുടെ ദഅവത്തിന് തടസ്സമായിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ഇൻ തത്തബിഊന ഇല്ലാ റജുലം മസ്ഹൂറ, മസ്ഹൂറായ ഒരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യനെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല. അതേ പണ്ടത്തെ മുഫസ്സിറുകൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ ആയത്ത് ബുഖാരിയിലെ ഹദീസിന് എതിരാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളും അതാണ് ഏറ്റവും നല്ല മാർഗം അപകടത്തിലേക്ക് പോകാതിരിക്കാൻ. ഇനി ഉൻളുർ കൈഫ ളറബൂ ലക്കൽ അംസാൽ, ഉൻളുർ നോക്കൂ കൈഫ ളറബൂ ലക്കൽ അംസാൽ, എങ്ങനെയാണ് ലറബൂ ലക്കൽ അംസാൽ, നിനക്ക് അവർ ഉപമകളെ ഉണ്ടാക്കിയത്. നിന്നെ അവർ ഉപമിച്ചത് എങ്ങനെയാണ്? ഭ്രാന്ത് പിടിച്ച ഭ്രാന്തനെ പോലെയാണ്. അതാണ് കൈഫ ലറബൻ, അതായത് അൽക്കാന മലക്കൻ, അതാ വസാലത്ത് അന്നു ഖസായിസുൽ ബഷർ ഔ മാഹു മലക്കുൻ, അങ്ങനെയൊക്കെയുള്ള, അതല്ലെങ്കിൽ അങ്ങാടിയിൽ കൂടി നടക്കുന്നുണ്ടോ, മലക്കെന്താ ഇല്ലാത്തത്, അവനെന്തോ ഭ്രാന്തുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കൈഫ ലറബൂ ലക്കൽ അംസാൽ, അവർ നിനക്ക് ഉപമകൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നോക്കൂ. ഫളല്ലു, അവർ അങ്ങനെ പിഴച്ചുപോയി, ലലാലത്തിലായി. വലല്ലാലി എന്ന് പറഞ്ഞല്ലോ, ഫളല്ലു അവർ പിഴച്ചുപോയി. ഫലാ യസ്തതിഊന സബീല, അവർക്ക് യസ്തതിഊന സാധിക്കുകയില്ല, സബീലൻ മറ്റൊരു വഴിക്കും സാധിക്കൂല എന്ന് പറഞ്ഞാൽ അവർ തെറ്റായ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് നേരായ വഴിയിലെത്താനും സത്യമാർഗത്തിലേക്ക് എത്താനും അവർക്ക് കഴിയൂല, പേച്ചു പോയിട്ടുണ്ട്. പിന്നെ തബാറക്കല്ലദീ ഇൻശാഅ ജഅല ലക ഖൈറൻ മിൻ ദാലിക്. തബാറക്ക, നമ്മളെ ഒരു സൂറത്തിൽ മുൽക്ക് സൂറത്തിൻ്റെ തുടക്കം തന്നെ തബാറക്ക, അനുഗ്രഹം ബർക്കത്തിനാൽ നിറഞ്ഞു എന്നാ വാക്കിൻ്റെ അർത്ഥം. തബാറക്ക എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്താൽ നിറഞ്ഞിരിക്കുന്നു, അനുഗ്രഹങ്ങളാൽ പൂർണ്ണമായിരിക്കുന്നു. ആര്? അല്ലദീ ഒരുവൻ, അതായത് അള്ളാഹുവിനെ പറ്റിയാണ്. അനുഗ്രഹങ്ങളാൽ പൂർണ്ണമായിരിക്കുന്നു. ഇൻഷാ അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജഅല ലക ഖൈറൻ മിൻ ദാലിക, ഇതിനേക്കാളും ഉത്തമമായത് അവൻ നിനക്കുണ്ടാക്കി തരുമായിരുന്നു. ഇതിനേക്കാളും നല്ലത് അല്ലാഹു തആല അവർ പറഞ്ഞതിനേക്കാളും ഉത്തമമായ പലതും അവർക്ക് നബി അവരാവശ്യപ്പെട്ടിരുന്നു നബിയോട്, ഇവിടെ തോട്ടമുണ്ടാവട്ടെ, ഒരു സ്വർണത്തിൻ്റെ കൊട്ടാരമുണ്ടാവട്ടെ, അതിനേക്കാളൊക്കെ നല്ലത് അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉണ്ടാക്കിത്തരാൻ കഴിയാഞ്ഞിട്ടല്ല. നബിയോട് അവർ ചോദിച്ചപ്പോൾ, ഞാൻ മനുഷ്യനല്ലേ, ആളുകളെ നിങ്ങൾ എന്നെ കൊണ്ട് കഴിയൂല്ലോ എന്ന് നബി പറയുമ്പോൾ, നബിയുടെ നിസ്സഹായത പറഞ്ഞപ്പോഴും നിസ്സഹായനാക്കാതെ നബിക്ക് അതൊക്കെ ആക്കിക്കൊടുക്കാനും ഉണ്ടാക്കിക്കൊടുക്കാനും അള്ളാഹ്ക്ക് കഴിയും. കാരണം അവൻ അനുഗ്രഹത്താൽ നിറഞ്ഞവനാണ്. ഇൻഷാ അവൻ ഉദ്ദേശിച്ചാൽ ജഅല ലക ഖൈറൻ മിൻ ദാലിക, ഇതിനേക്കാൾ ഉത്തമമായ അവർ ആവശ്യപ്പെടുന്നതിനേക്കാളും, ദാലിക എന്ന് പറഞ്ഞാൽ അവർ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഈ കാര്യങ്ങളെക്കാളും ഉത്തമമായത് അവൻ നിനക്ക് ഉണ്ടാക്കിത്തരുമായിരുന്നു. അതായത് ജന്നാത്തിൻ, തോട്ടങ്ങൾ,
തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. വയജ്അൽ ലക ഖുസൂറ, ഒരുപാട് മണിമന്ദിരങ്ങളെ മാളികകളെയും, ഖസ്ർ എന്ന് പറഞ്ഞാൽ കോട്ട, മാളിക, കോട്ടകൾ. വയജ്അൽ ലക ഖുസൂറ, അവൻ നിനക്ക് കോട്ടകളെയും ഉണ്ടാക്കിത്തരും, വലിയ കോട്ടകളും തോട്ടങ്ങളും, അതുപോലെ താഴ്വാരങ്ങളിൽ കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളും കോട്ടകൊത്തളങ്ങളും അള്ള വിചാരിച്ചാൽ ഉണ്ടാക്കിത്തരാൻ അള്ളാഹുവിൻ്റെ കയ്യിൽ ബർക്കത്ത് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉണ്ടാക്കിത്തരാത്തത് എന്താ? അത് അവർ ചോദിക്കുന്നതൊക്കെ ഉണ്ടാക്കാനല്ല അള്ളാഹ്. അവർ കാര്യം മനസ്സിലാക്കി കൊടുക്കുക, വേണമെങ്കിൽ അവർക്ക് വിശ്വസിക്കാം, അതിനാണ്. ബൽ, പക്ഷേ കദ്ദബൂ ബിസ്സാഅത്തി, അവർ ആ നിമിഷ നേരം, അതായത് ആ ഖിയാമത്ത് നാൾ, ആ നിമിഷത്തെ കളവാക്കി. കദ്ദബൂ ബിസ്സാഅത്തി, അതാണ് അവർക്ക് മുഹമ്മദ് നബിയെ അങ്ങനെ പറഞ്ഞ് അതിനെ എതിർത്ത് അദ്ദേഹത്തെ നിരാകരിക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു ഖിയാമത്ത് നാളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പറയുന്ന യൗമുൽ ആഖിറത്തിനെ അവർ കളവാക്കി. വ അഅ്തദ്ന, നാം ഒരുക്കി വച്ചിട്ടുണ്ട്, ലിമൻ കദ്ദബ ബിസ്സാഅത്തി, ഖിയാമത്ത് നാളിനെ കളവാക്കിയവർക്ക്, സഈറൻ, കത്തിജ്വലിക്കുന്ന നരകത്തെ. നരകത്തിൻ്റെ മറ്റൊരു പേരാണ് സഈർ. ആ വാക്കിൻ്റെ അർത്ഥം കത്തിജ്വലിക്കുന്നത് എന്നാ. നാറൻ അളീമത്തൻ, ഭീകരമായ നരകം. ഖദിസ്തദ്ദ സഈറുഹ, അതിൻ്റെ ജ്വാലകൾ ശക്തിയോടുകൂടി കത്തിജ്വലിക്കുന്നു. അങ്ങനെയുള്ള നരകത്തെ ഒരുക്കി വച്ചിട്ടുണ്ട് അവർക്ക്. അള്ളാഹ്ക്ക് അതുകൊണ്ട് കയ്യാറ്റുകൊണ്ടല്ല, പക്ഷേ അവർ ചോദിച്ചതൊന്നും കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് അന്തിമമായി പരലോകത്തിൽ വിശ്വാസമില്ല. അതായത് അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിക്കുകയും നബിയെ മാരണം ബാധിച്ചു എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നബിയെ ഭ്രാന്തനാണ്, അങ്ങാടി കൂടി നടക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷായിറാണ്, കവിയാണ്, അതൊന്നും പരലോകത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് പറയാണ് എന്ന് പറഞ്ഞു. ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. ഇദാ റഅതുഹും, ആ ഇദാ റഅതുഹും, അതിനെ അവരെ അത് നരകം കണ്ടാൽ, മിൻ മകാനിൻ ബഈദിൻ, ദൂരെ നിന്ന് ആ നരകം അവരെ കാണുമ്പോഴേക്ക്, അതായത് ആ നരകത്തിലേക്ക് അവരെത്തുമ്പോഴാണല്ലോ അത് അവരെ കാണുമ്പോൾ സമിഉ ലഹാ തഗയ്യുളൻ, ആ നരകത്തിൻ്റെ ആ തഗയ്യുള്, കോപ്പാന്ധതയാലുള്ള ശബ്ദം അവർ കേൾക്കും. വസഫീറ, നരകത്തിൻ്റെ ഇരമ്പലും അവർ കേൾക്കും. നരകത്തിനെ പറ്റിയാണ് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ഹൃദയങ്ങൾ പോലും ഭയപ്പെട്ടു പോകുന്ന ആ തഗയ്യുള് എന്ന് പറഞ്ഞാൽ കോപ്പം കൊണ്ടുണ്ടാകുന്ന ആ ഘോരശബ്ദം. അതുപോലെ സഫീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരമ്പൽ, അതൊക്കെ കണ്ട് കേട്ട് അത് അവരുടെ നേരെ ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന നരകം. അങ്ങനെയുള്ള നരകമാണ് അവർക്കുള്ളത്. ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുളൻ വസഫീറ, നരകത്തിൻ്റെ ആ കോപ്പം കൊണ്ടുള്ള ഇരമ്പലും ഘോരശബ്ദവും കേൾക്കും. വഇദാ ഉൽഖൂ മിൻഹാ, അതിൽ അവർ ഇടപെട്ടാൽ, നരകത്തിലെവിടെയെങ്കിലും ഉൽഖൂ മിൻഹാ മക്കാനൻ ദയീഖൻ, ഒരു ഇടുങ്ങിയ സ്ഥലത്ത് അവരെ ഇടപെട്ടാൽ, അതായത് നരകത്തിലുള്ള ആളുകളുടെ തിക്കും തിരക്കും കൊണ്ട് എവിടെ കൊണ്ടുപോയിട്ടാലും ഇടുക്കമാണ്. അതാണ് ദയീഖ്, ഒരു വിശാലത ഉണ്ടാവില്ല. ആൾ കുറഞ്ഞെങ്കിലല്ലേ വിശാലത ഉണ്ടാവുക, ആളുകൾ കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതൽ ആളുകളെ കൊണ്ട് ഇടുങ്ങിപ്പോയ ഒരു സ്ഥലത്ത് ഉൽഖൂ മിൻഹാ, ആ നരകത്തിൽ അവരെ ഇടപെട്ടാൽ, മുഖറനീന, ബന്ധിക്കപ്പെട്ടുകൊണ്ട്, ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട്, ഇടുങ്ങിയ മനുഷ്യരെ കൊണ്ട് ഇടുങ്ങിത്തീർന്ന നരകത്തിൽ അവിടെ ഇടപെട്ടാൽ, ദഅു, അവർ വിളിച്ചു തേടും, ഹുനാലിക്ക, അവിടെ വെച്ച്, സുബൂറ, നാശം കൊണ്ട് വിളിക്കും. നാശമേ, ഞാൻ നശിച്ചല്ലോ, നാശമേ, ഞാൻ അങ്ങനെ നശിക്കേണ്ടിയിരുന്നില്ലല്ലോ. അതാണ് സുബൂറ. നാശം കൊണ്ട് നാശം ഇങ്ങനെ വിളിച്ചു പറയും, ഞാൻ നശിച്ചല്ലോ. അള്ളാഹു അവരോട് പറയും, ലാ തദഉൽ യൗമ സുബൂറൻ,
നിങ്ങൾ ഒരു നാശം മാത്രം വിളിച്ച് പറയണ്ട. ഉദ്ഉ സുബൂറൻ വാഹിദൻ, ഒറ്റ നാശമല്ല നിങ്ങൾക്കുള്ളത്. ഉദ്ഉ സുബൂറൻ കസീറ, ധാരാളം നാശം വിളിച്ചോളിയെന്ന് അവരെ പരിഹസിക്കാണ്. സുബൂറ യാ ഹലാക്ക, ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞാൽ ലാ തദുല്യൂമ സുബൂറൻ വാഹിദൻ, നിങ്ങൾക്ക് ഒരു സുബൂറല്ല, ഒരു സുബൂർ നിങ്ങൾ വിളിക്കണ്ടെന്ന്. ഇന്ന് അതായത് ആ വിചാരണ ദിവസത്തിൻ്റെ ശേഷമുള്ള ആ ഒരു ഘട്ടമാണ് നരകത്തിലിടുന്ന. ഉദൂ സുബൂറൻ കസീറ, ധാരാളം നാശങ്ങൾ വിളിച്ചുകൊള്ളുക. ഉൽ, നബിയെ പറയുക, അദാലിക ഖൈറുൻ, ആ അതാണോ അപ്പറഞ്ഞ ശിക്ഷയാണോ? അദാലിക്കൽ അദാബ്, അപ്പറഞ്ഞ ശിക്ഷയാണോ നിങ്ങൾക്ക് നല്ലത്? അം ജന്നത്തുൽ ഖുൽദ്, അതല്ല ശാശ്വതമായി ജീവിക്കുന്ന സ്വർഗമാണോ നിങ്ങൾക്ക് നല്ലത്? അപ്പോൾ നരകത്തിനെ പറ്റി ഓർമ്മിപ്പിച്ചിട്ട് അള്ളാഹു പറയാണ്, ആ നരകമാണോ വേണ്ടത്? അതല്ല ശാശ്വതമാകുന്ന സ്വർഗമാണോ നിങ്ങൾക്ക് വേണ്ടത്? അല്ലത്തീ വഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമാണോ? അതല്ല ആ നാശം വിളിച്ചു തേടുന്ന നരകശിക്ഷയാണോ വേണ്ടത്? കാനത്ത് ലഹും ജസാഅൻ വമസീറ, ആ സ്വർഗം അവർക്ക് ജസാ ആണ്, അവരുടെ പ്രതിഫലമാണ്. വമസീറ, അവരുടെ ജസാഅൻ അലാ തഖ്വാഹുന്ന, അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമാണത്. വമസീറ, അവർക്ക് ചെന്നെത്താനുള്ള സ്ഥലവുമാണ് ആ സ്വർഗം. ആ സ്വർഗം വേണോ? അതല്ല ഈ നാശം വിളിച്ചു പറയുന്ന ആ ദുരന്തത്തിൻ്റെ നരകം വേണോ എന്ന് അവരോട് ചോദിച്ചു നോക്ക്. ലഹും ഫീഹ മായശാഊൻ, ലഹും അവർക്കുണ്ട്, ഫീഹ ആ സ്വർഗത്തിൽ, മായശാഊൻ അവർ ഉദ്ദേശിക്കുന്നതെല്ലാം. അല്ലാഹു തആല സ്വർഗം പറയുമ്പോൾ അതാണ്. അതായത് അതിലൊരു സൂചന ഉണ്ട്. മനുഷ്യന്മാർ ഈ നിഷേധിക്കുന്നതും തള്ളിക്കളയുന്നതും ഒക്കെ എന്താ? അതൊക്കെ അവരവർക്ക് സുഖമായി ജീവിക്കണം. അതിന് അള്ളാഹിൻ്റെ നിയമം തടസ്സാകരുത്, അമ്പിയാക്കന്മാരുടെ ഉപദേശം തടസ്സാവരുത്. സുഖവും സന്തോഷത്തിൽ ജീവിക്കണം. അതിനാണല്ലോ നമ്മളും അങ്ങനെ തന്നെ. മനുഷ്യന്മാരായ ആളുകൾ അള്ളാഹുവിനെ എതിർക്കുന്നതും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതൊക്കെ നമുക്ക് സുഖസമൃദ്ധമായി ജീവിക്കണം. അള്ളാഹ് പറയുന്നു, നിങ്ങൾക്ക് സുഖസമൃദ്ധമായി ജീവിക്കാൻ അവിടെ സ്വർഗമുണ്ട്. എന്തിനാണ് മനുഷ്യരെ നിങ്ങൾക്ക് സുഖമായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നരകത്ത് പോയി അടങ്ങാറാവണോ? ലഹും ഫിഹാ മായശാഊൻ, ആ സ്വർഗത്തിൽ അവർക്ക് ഉദ്ദേശിച്ചതെല്ലാമുണ്ട്. ഖാലിദീൻ, അവർ അതിൽ ശാശ്വതന്മാരാണ്. ഖാന അലാ റബ്ബിക വഅദൻ, അത് അള്ളാഹുവിൻ്റെ മേൽ ഒരു വഅദൻ കരാറായും തീർന്നിരിക്കുന്നു. മസ്ഊലൻ, ഉത്തരവാദിത്തം ഏറ്റെടുത്ത കരാറാണ്. അള്ളാഹ് മസ്ഊലിയത്ത്, ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഈ കരാറിന്. ഈ സ്വർഗം നിങ്ങൾക്ക് ചെയ്യും. അള്ളാഹുവിനെ നമുക്കാർക്കും ചോദ്യം ചെയ്യാൻ പറ്റുകയില്ലെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാവുന്ന ഒരു കരാറാണ്. നിങ്ങൾക്ക് സ്വർഗം തരും അള്ളാഹുവിനനുസരിച്ച് വിശ്വസിച്ച് ജീവിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നരകമായിരിക്കും. വയൗമ യഹ്ശുറുഹും, ഒരായത്തും കൂടി ഇരിക്കും. വയൗമ യഹ്ശുറുഹും, അവരെ ഹസറ ഒരുമിച്ച് കൂട്ടി. വയൗമ യഹ്ശുറുഹും, അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന വസ്തുക്കളെയും, അത് മലക്കുകളുണ്ട്, അമ്പിയാക്കന്മാരുണ്ട്, മഹാന്മാരുണ്ട്, അതുപോലെ മറ്റു ജീവികളുണ്ട്. അള്ളാഹുവിന് പുറമെ അവർ എന്തൊക്കെയോ ആരാധിക്കുന്നുവോ അതിനെയും അവരെയും അള്ളാഹു തആല ഒന്നിച്ചൊരുമിച്ച് കൂട്ടുന്ന ദിവസം. ഫയഖൂലു, അന്ന് അള്ളാഹു ചോദിക്കും, അൻതും, ആരോടാ ചോദിക്കുക? അവർ ആരാധിച്ചിരുന്ന ഈ അമ്പിയാക്കളോട്. ഈസാ നബിയെയും ഉസൈറിനെയും ആരാധിച്ചിരുന്നു അവർ. മഹാന്മാരോട്, ലാത്ത, ഉസ്സ, മനാത്ത, സാലിഹീങ്ങളായ ആളുകൾ ആരാധിച്ചിരുന്നു. വദ്, സുവാഇ, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയിട്ടുള്ള സാലിഹീങ്ങളായ മനുഷ്യന്മാരെ ആരാധിച്ചിരുന്നു. മലക്കുകൾ ആരാധിച്ചിരുന്നു. അവരൊക്കെ ഇവരെയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ആരാധ്യ വസ്തുക്കളോട് ചോദിക്കും, അൻതും അദ്ലൽതും ഇബാദി, നിങ്ങളാണോ എൻ്റെ അടിമകളെ ലലാലത്തിലാക്കിയത്? എനിക്ക് പുറമെ ഞങ്ങൾ ആരാധിച്ചോളിയെന്ന് അമ്പിയാക്കന്മാരായ നിങ്ങൾ പറഞ്ഞിരുന്നു അവരോട്?
മലക്കുകളായ നിങ്ങൾ പറഞ്ഞിരുന്നോ, സാലിഹീങ്ങളായ നിങ്ങൾ പറഞ്ഞിരുന്നോ എൻ്റെ അടിമകളോട്, അൻതും അദ്ലൽതും ഇബാദി, നിങ്ങളെൻ്റെ അടിമകളെ ലലാലത്തിലാക്കിയിരുന്നോ, ഹാ ഉലായി, ഈ കൂട്ടരത്തിൽപ്പെട്ട എൻ്റെ അടിമകളെ നിങ്ങൾ ലലാലത്തിലാക്കിയിരുന്നോ, അം അതല്ല, ഹും ലല്ലുസബീൽ, അവർ സ്വയം പിഴച്ചതാണോ, അം ഹും ലല്ലുസബീൽ, അതല്ല അവർ സ്വയം പിഴച്ചതാണോ, അതല്ല നിങ്ങൾ പേപ്പിച്ചതാണോ എന്ന് അമ്പിയാക്കന്മാരോടും മലക്കുകളോടും സാലിഹീങ്ങളോടും ശുഹദാക്കളോടും അള്ളാഹു തആല ചോദിക്കും. അവരെയാണല്ലോ ഇവർ ആരാധിച്ചിരുന്നത്. ഖാലു, അവർ പറയും, സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ, മാ കാന യംബഗി ലന, ഞങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല, അൻ നത്തഖിദ മിൻ ദൂനിക ഔലിയാ, നിനക്ക് പുറമെ ഒരു ബന്ധുക്കളെ ഔലിയാക്കളെ സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് പറ്റൂലായിരുന്നു, ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കത് ആശയമില്ല, ഞങ്ങൾക്ക് മാക്കാന യംബഗീലന, ഞങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല, അന്നത്തഹിദ മിൻ ദൂനിക ഔലിയാ, നിനക്ക് പുറമെ ഒരു ബന്ധുക്കളെ സ്വീകരിക്കൽ. അള്ളാഹുവാണ് നമ്മുടെ വലിയ, അള്ളാഹ്ക്ക് പുറമെ വലിയുകളെ സ്വീകരിക്കൽ ഞങ്ങൾക്ക് പറ്റുന്നതായിരുന്നില്ല. വലാക്കിൻ, പക്ഷേ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതല്ല എന്നർത്ഥം. വലാക്കിൻ, പക്ഷേ, മത്താഴ്ത്തവും, നീ അവർക്ക് സുഖസൗകര്യങ്ങൾ നൽകി, വ ആബാഹും, അവരുടെ പിതാക്കന്മാർക്കും മത്താഴ് നൽകി, അതായത് ജീവിത സുഖങ്ങൾ നൽകി, ഹത്ത, അങ്ങനെ, നസൂ, അവർ മറന്നുപോയി, അദ്ദിക്റ, സത്യത്തെപ്പറ്റിയുള്ള ഓർമ്മ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ അവർ മറന്നുപോയി. വലിയ സുഖം സൗകര്യമൊക്കെ ആയപ്പോൾ അവർ അള്ളാഹിനെ മറന്നു, മറ്റുള്ളവരെ ആരാധിച്ചു. വക്കാനു കൗമൻ ബൂറ, അവർ ബോറായ ജനങ്ങളായി, മലയാളം തന്നെയാണ്, അവർ ബോറടിച്ച ജനങ്ങളായി എന്ന് പറഞ്ഞാൽ മഹാ നശിച്ച മനുഷ്യരായി തീർന്നു. ഞങ്ങളല്ല, അവരാണ് പേച്ചു പോയത്, അവർ നശിച്ചു പോയ ജനങ്ങളായി മാറി എന്ന് പരലോകത്ത് വെച്ച്. ബായിർ എന്ന് പറയണമെങ്കിൽ ഒരു നന്മയുമില്ലാത്ത, ഒരു ഖൈറുമില്ലാത്ത നശിച്ച ജനങ്ങളായി മാറിയത് അവർ തന്നെയാണ്. ഞങ്ങളവരോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മറുപടി പറയും. അള്ളാഹു ആ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മളെല്ലാം രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന തൗഹീദിൻ്റെ അനുയായികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.